ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഉച്ചത്തെ ഊണ് ഞങ്ങൾ റെഡിയാக்கிறேன். ഞങ്ങൾക്ക് ഉച്ചത്തെ ഊണിൻ്റെ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് തരക്കറി വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഊണായിട്ടിരിക്കുക. പിന്നെ ഇതിൽ ആക്കറി കറിയെല്ലാം ഈസി ആയിട്ട് ഞങ്ങൾ ആക്കി എടുക്കുമ്പോഴത്തെ ഈസി റെസിപ്പീസ് ആയിട്ടിരിക്കുക. ഈസി ആയിട്ട് ആക്കറെങ്കും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾ ട്രൈ ആക്കി നോക്കൂ, എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ആക്കാൻ കണ്ടു നോക്കൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കും ഷെയർ ആക്കും മറക്കണ്ട. അപ്പോൾ ഫസ്റ്റ് ഇതാ ഞാനിവിടെ ചോറ് ಬೇಯೋಗಿ ಬೆಚ್ಚರ ചോറ് സാധാരണ എല്ലാവർക്കും ಗೊತ್ತುಂಟಲ್ಲ ചോറ് ಹಾಕು ಬೇಯೋಗಿ ಬೆಚ್ಚರ അവിടെ ಬೇಯೋട്ട്. ഇനിയിപ്പോൾ ഞാൻ കറിക്ക് കൂടെ ഞാൻ എടുത്തിട്ട് മാങ്ങ കറി ആക്കറേ, മാങ്ങയുടെ കറി. അപ്പോൾ ಅದಕ್ಕೆ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സാധാരണ വലിയുള്ളൊരു മാങ്ങ എടുത്തിട്ട്, അപ്പോൾ നിങ്ങൾക്ക് കറിക്ക് എത്ര വേണോ അതുക്ക് വേണം എത്ര നിങ്ങൾ മാങ്ങ എടുത്തെങ്കിൽ പച്ച മാങ്ങ. അപ്പോൾ ഇത് എടുത്തിട്ട് ഇത് ചെറിയൊരു മധുരം ഉണ്ട് ഈ ഒരു മാങ്ങ, ചുമ മധുരം ഇല്ല, ചെറിയൊരു മധുരം ഇടും. അപ്പോൾ ചെറിയൊരു മധുരം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഓടും, ഇല്ലെങ്കിൽ ഫുള്ളായിട്ട് പച്ചമി മാങ്ങയെങ്കും അതും ആവിടും. അപ്പോൾ അത് തോലെടുത്തിട്ട് ഒന്ന് കട്ടാക്കി എടുക്കണം. അതിൽ പിന്നെ ഒരു ചെറിയൊരു നീരുള്ളി, ഒരു 4 പച്ചമുളക്, ഒരു പീസ് ഇഞ്ചി ഇതുപോലെ ഇങ്ങനെ ഉദ്ദത്തിൽ കട്ടാക്കി എടുത്തെങ്കിട്ട് ಅದಕ್ಕೆ ತೆಲ್ಲು ಬೇವು ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളുടെ പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, മുളക് പൊടി വേയാവും, 3/4 ടേബിൾ സ്പൂൺ കൊത്തമ്പരി പൊടി, വലിയ സ്പൂണിൽ 3/4 സ്പൂൺ കൊത്തമ്പരി പൊടി. പിന്നെ ടേസ്റ്റ് വേണത്ര ಇದಕ್ಕೆ ഉപ്പ്. അതേപോലെ ಇದಕ್ಕೆ നിങ്ങൾ പുളിക്ക് വേണമായിട്ട് പുളിയെല്ലാം ഇട്ട് സുർക്ക ബീത്തിട്ട്, അപ്പോൾ സുർക്ക നിങ്ങൾ മാങ്ങയുടെ പുളിയെല്ലാം നോക്കിയിട്ട് എത്ര വേണം എത്ര ബീത്തിയെങ്കിട്ട്. പിന്നെ അതിൽ പിന്നെ അതിൽ തേങ്ങ. അപ്പോൾ ഈ ഒരു നാനെടുത്ത മാങ്ങിയത് തീരെ പുളിയില്ലാത്ത മാങ്ങ, അപ്പോൾ ಅದಕ್ಕೆ വേണത്ര നിങ്ങൾ സുർക്ക ബീത്തി കൊടുക്കണം പുളിക്ക്. പിന്നെ തെൽ തേങ്ങേൻ്റെ ബീത്തിട്ട് കയ്യിൽ ഇതുപോലെ ചന്ത ഇത് മിക്സ് ആക്കിയിട്ട് എടുക്കണം, ഇങ്ങനെ തിരുമ്മിയിട്ട് എടുക്കണം. അതിൽ പിന്നെ നിങ്ങൾ കട്ടാക്കി വെച്ച മാങ്ങ ഇത് ഇട്ടിട്ട് നല്ല ഉപ്പസ് ഒന്ന് അടിമേലാക്കിയിട്ട് നിങ്ങൾ ഈ ഒരു കറി ഇത് തേങ്ങയുടെ പാലാക്കറേ. അപ്പോൾ തേങ്ങയുടെ പാലാക്കുന്നത് കൊണ്ടിട്ട് നിങ്ങൾ ഇപ്പോൾ ഫ്രഷ് തേങ്ങയുടെ പാൽ നിങ്ങൾ തേങ്ങ അരച്ചിട്ട് പാൽ എടുக்கிறேங்க ഫസ്റ്റ് തിക്ക് പാൽ തെല്ലെടുത്ത് വയ്ക്കണം. ഒരു അരക്കപ്പ് അല്ലെങ്കിൽ ഒരു അരക്കപ്പ് എത്ര നല്ല ഗട്ടിയിൽ പാലെടുത്ത് വയ്ക്കറു. അതിൽ പിന്നെ സെക്കൻഡ് പാലുണ്ടല്ലോ ജണ്ടാമത്തെ പാൽ തെലുപ്പുര പാൽ, അത് ഈ തണ്ണീര ബദലിಗೆ ജണ്ടാമത്തെ പാൽ ಬಿತ್ತಿಟ್ಟು നിങ്ങൾ ಬೇಪಟ್ಟಿ എടുത്ത് മാങ്ങ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇതിൻ്റെ കോക്കനട്ട് പൗഡർ യൂസ് ആക്കറേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ തണ്ണി ബീത്തിട്ട് ഇതൊന്ന് ಬೇಪಟ್ಟಿ എടുക്കറേ. ലാസ്റ്റിಗೆ തേങ്ങ പാൽ ബീത്തറ. അപ്പോൾ മാങ്ങ വേണത്ര തണ്ണി ഉപ്പ് അതെല്ലാം ഇട്ടിട്ട് ഇതൊന്ന് ಬೇವು വയ്ക്കണം, നല്ല ಬೇവിಟ್ಟು മാങ്ങ ഒതവിടിക്കട്ട്. പിന്നെ അതിരടിക്ക് നിങ്ങൾ ಇದಕ್ಕೆ വേണ്ടിയിട്ട് മത്തന് ഇതുണ്ടല്ലേ ಅಂದರೆ ചക്കര ചൊര അത് എടുത്തിട്ട് ഞാൻ ഒരു 1/2 ചക്കര ചൊര എടുത്തിട്ട് അതിങ്ങനെ തോലെടുത്തിട്ട് ചെന്ന കലകിയിട്ട് ഇതുപോലെ തെലുപ്പുലൊന്ന് കട്ടാക്കി എടുത്തിട്ട്, അപ്പോൾ അത് വേറൊരു പാത്രത്തിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ಅದಕ್ಕೆ നിങ്ങൾ ടേസ്റ്റ് വേണം എത്ര ഉപ്പ്, തെൽ മഞ്ഞളുടെ പൊടി, അതുപോലെ തെൽ തണ്ണി ബീത്തിട്ട് ഇതും അങ്ങനെ ഒന്ന് ಬೇಪಟ್ಟಿ എടുക്കണം. അപ്പോൾ ಇದಕ್ಕೆ തണ്ണി ബീത്തുമ്പോൾ ചുമ തണ്ണി ബീത്തണ്ട, ഇത് വേണം ടൈം കുക്കറിലിട്ടിട്ട് ಬೇಪಟ್ಟ್ರಿಂಗ അങ്ങനെ ആവും. കുക്കറിലിട്ടിರಿಂಗ തണ്ണി തെല്ലെ മേയാവും, ഇങ്ങനെ അങ്ങനെ ഇത് ಬೇಗ ಬೇವಿಡು, ചക്കര ചോര ಬೇಗ ಬೇവിടല്ലേ. അപ്പോൾ അതുകൊണ്ട് ചുമ തണ്ണി ബീത്തണ്ട തെല്ലെ മേയാവും. അപ്പോൾ ഇതും ಬೇವು ಬೇಯ್ക്കണം, ഇതും നല്ല ഒന്ന് ಬೇവണം. അപ്പോൾ ഇതിലിടയ്ക്ക് ഞങ്ങൾ ഇതിക്ക് പിന്നെ തേങ്ങ ഒന്ന് അരച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇതുകൂടെ ಬೇവിട്ട് അപ്പോൾ ഇതിലിടയ്ക്ക് ഞങ്ങൾ തേങ്ങ അരച്ചെടുക്കുക. അപ്പോൾ ഇത് ഇത്ര ചക്കര ചുരങ്ങ് ഞങ്ങൾ ഒരു അരക്കടി തേങ്ങ മേയാവും, ചുമ തേങ്ങ വേണിട്ടില്ല. അപ്പോൾ ഞാനിവിടെ തേങ്ങയുടെ പൊടി എടുത്തിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ട്, അപ്പോൾ ഇത് ഇത്ര എടുത്തിട്ട് അപ്പോൾ ಅದಕ್ಕೆ ഞങ്ങൾ തെല്ല് ಬೇವಿച്ചപ്പോൾ അതേപോലെ തെല്ല് പച്ചമുളക് വെല്ലുള്ളി അതെല്ലാം വേണം. പച്ചമുളക് നല്ല കാറുള്ള ടൈപ്പ് പച്ചമുളക് ഒരു 4 പച്ചമുളക് എടുക്കുക. അപ്പോൾ ഈ നിങ്ങൾക്ക് ഇത് ചക്കര ചുര തെല്ല് മധുരമായിട്ടിരിക്കുക. അപ്പോൾ അത് തെല്ല് കാര വേണം, അപ്പോൾ നല്ല ടേസ്റ്റ് ഇടും, മധുരവും കാറാകുമ്പോൾ നല്ല ടേസ്റ്റ് ഇടും. അതിൽ പിന്നെ ഒരു അരി വെല്ലുള്ളി, 1/2 ടീസ്പൂൺ പച്ചപ്പൊടി സോപ്പ്, വെല്ലുള്ളി ചെറിയ അരിൻ്റെ കണ്ടെങ്കിൽ 2 അരി 3 അരി എല്ലാം ഇടാം. അപ്പോൾ ഇത് ഇട്ടിട്ട് തണ്ണി ബീത്തണ്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം, ഒന്ന് ക്രഷ് ആക്കി എടുത്തെങ്കിൽ തണ്ണി എന്ത് ബീത്തണ്ട. അപ്പോൾ ഇതവിടെ ഇട്ടിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മാങ്ങയുടെ കറിക്ക് വേണേ തേങ്ങയുടെ പാലൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ಅದಕ್ಕೆ ನಾನು ഇവിടെ ഒരു വലിയ സ്പൂണിൽ ഒരു 2.5 സ്പൂൺ എടുக்கிறேன். അപ്പോൾ നോക്കൂ നിങ്ങൾ മാങ്ങയെല്ലാം എത്ര എടുക്കുന്നത് ಅದಕ್ಕೆ ಬೇನೆ എത്ര തേങ്ങയുടെ പാൽ നിങ്ങൾ പൊടി യൂസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ಬೇನೆ എത്ര എടുത്തെങ്കിട്ട് നല്ല മന്ദത്തിലുള്ള പാൽ തെൽ ചൂട് തണ്ണി ബീത്തിട്ട് ഇത് പാൽ കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് പാൽ കൂടെ റെഡി ആയിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ಒಣಕೆಟ್ಟಿರೋ ಚಟ್ನಿ ಒಂದು ಹಾಕೊಂಡು, അപ്പോൾ ಅದು ಇತರ ಒಣಕೆಟ್ಟಿ ಇರ್ತಾರೆ. ഉണക്കിയിട്ടൊരു ചട്നി നല്ല ടേസ്റ്റ് ഇടും. അതിലൊട്ടിക്ക് തെല്ല് പയർ അല്ലെങ്കിൽ കുടുക ഏതും ആവും, നിങ്ങളുടെ കയ്യിൽ ഏതുണ്ടോ അത് എടുത്തെങ്കിട്ട്. അപ്പോൾ ഒരു 1/4 കപ്പ് മയോ ചുമ വേണ്ട, കുടുകുണ്ടെങ്കിൽ അത് എടുക്കും, അതല്ലെങ്കിൽ പയറെടുത്തെങ്കിട്ട് അതൊന്ന് വറുത്തെടുക്കണം, കലക്കിയിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ മാങ്ങ അവിടെ വെന്തിട്ട് വന്നിട്ട് മാങ്ങ ചുമ വെന്തിട്ട് കലങ്ങ വിടണ്ട, തെല്ലിങ്ങനെ വേണോ ഞങ്ങൾക്ക് മാങ്ങ ഇങ്ങനെ കിട്ടണോ. അപ്പോൾ ചുമ കലങ്ങ വിടണ്ട. മാങ്ങ വെന്തൽ പിന്നെ ഞങ്ങൾ പാലുണ്ടല്ലോ തിക്ക് പാൽ തേങ്ങര പാൽ അത് ബീത്തണം. അപ്പോൾ ഈ തേങ്ങര പാൽ ഗട്ടി പാൽ ബീത്തിയിൽ പിന്നെ ഞങ്ങൾ പയപ്പാട്ട് തീരാ അപ്പമേ ഓഫാക്കി ചെന്നാൽ ഈ മണ്ണയുടെ അടുത്തിലാക്കുന്നത് കൊണ്ടിട്ട് ഞങ്ങൾ ഓഫാക്കിങ്ങും പിന്നെ അത് ഇങ്ങനെ തലച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ടിട്ട് വേഗമേ ഓഫാക്കിയാണ്. അപ്പോൾ ഇവിടെ ഇത് കറി ഇവിടെ റെഡി ആയിട്ട് തേങ്ങര പാൽ ബീത്തിൽ പിന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ടേസ്റ്റ് എല്ലാം നോക്കറോ ഉപ്പെല്ലാം കറക്റ്റാക്കി കൊടുക്കറോ. അപ്പോൾ കറി ഇതായിട്ട് ഇനിയിപ്പോൾ ಅದಕ್ಕೆ ഒരു ಒಗ್ಗರಣೆ ഇടണം. ഓയിൽ വെച്ചിട്ട് ഓയിൽ ചൂടായി വന്നാൽ പിന്നെ കടുക് ഉപയോഗിച്ചപ്പോൾ ചുവന്ന മുളക്. അപ്പോൾ ഇത് ഞങ്ങൾ ഒഗ്ഗരണೆ ഇടുമ്പോൾ അങ്ങനെ തേങ്ങയെല്ലാം ഇട്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഇടും. അപ്പോൾ ഞങ്ങൾ മാങ്ങയുടെ കറി ഇതാ റെഡി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറി ആയിട്ടിരിക്കുക. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതാ ഞങ്ങൾ ചക്കര ചോര അതും നല്ല വെന്തിട്ട് വന്നിട്ട് ഇവിടെ. അപ്പോൾ ഇതിൽ
ഇതിൽ തെല്ല് തണ്ണി ഉണ്ടോ. അപ്പോൾ ഈ ഒരു തണ്ണി ഞങ്ങൾക്ക് ചുമ തണ്ണി കുത്തിയിട്ട് തെല്ല് ഡ്രൈ ആയിട്ട് വേണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം, ഒന്ന് ബത്ത് വാട്ടി എടുക്കണം. വെന്തൽ പിന്നെ ഇതുപോലെ ചന്ത ഇത് കലക്കിയിട്ട് എടുക്കണം, ചന്ത സ്മാഷ് ആക്കിയിട്ട് എടുക്കണം ഇത് ചക്കരച്ചോര. അപ്പോൾ ഇത് തെല്ല് ലൂസായിട്ടുണ്ട് കണ്ടല്ലേ, ഒന്ന് ഡ്രൈ ആയിട്ട് പറഞ്ഞു. അപ്പോൾ തെല്ല് നേരെ ഹൈ ഫ്ലെയിമിൽ വേവിക്കണം ഞാനിത്. അതിനിടയ്ക്ക് തെല്ല് മഞ്ഞളുടെ പൊടി തെല്ല് കുരടിയുണ്ട് അതും ഇട്ട് കൊടുത്തേ. അപ്പോൾ ഈ ഒരു ചക്കരച്ചോര എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെല്ല് പച്ച ടൈപ്പിലുള്ള ചക്കരച്ചോര. അപ്പോൾ അതുകൊണ്ടിട്ട് മഞ്ഞളുടെ പൊടി ഉപ്പസ് തെല്ല് ഇട്ട് കൊടുത്തേ. പിന്നെ ഞങ്ങൾ അരച്ച് വെച്ച് തേങ്ങ ഉണ്ടല്ലേ ക്രഷ് ആക്കി വെച്ചത് അതും ഇട്ടിട്ട് ഒന്ന് ചന്ത മിക്സ് ആക്കിയിട്ട് ഇതും അങ്ങനെ ഉപ്പെല്ലാം നോക്കറോ കറക്റ്റാക്കി കൊടുക്കറോ. ഒന്ന് ഡ്രൈ ആയിട്ട് പറഞ്ഞു, ഒന്ന് ചുമ തണ്ണി കുത്തിര. അപ്പോൾ ഇത് ആയിട്ട് ഒന്ന് ഡ്രൈ ആങ്ങിയതാ ഇതുപോലെ ആയിട്ട് വന്നെങ്കിൽ മയ്യാവും. ഇത് പൈത്തോടെ ഈ ഒരു ടൈപ്പിൽ വരുന്നത് ഇങ്ങനെ ചുമ ലൂസായിട്ട് തണ്ണി കുത്തിര. അപ്പോൾ ഇതും കൂടെ റെഡി ആയിട്ട്. അപ്പോൾ ഈ കറി അതേപോലെ നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു കറി ആയിട്ട് ഈ ഒരു ചക്കരച്ചോറുടെ ഈ ഒരു കറി. അതിൽ പിന്നെ ഞങ്ങൾ ഇത് പയർ കലക്കി വെച്ച് പയർ എട്ടിയെല്ലാം കലക്കിയിട്ട് തന്നെ ഞാൻ അരിപ്പിലിട്ട് വെച്ച് എങ്ങിട്ട്. അപ്പോൾ അത് ജണ്ടും ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ പയർ ഇതാ ഒന്ന് വറുത്തെടുക്കുക, ഇതുപോലെ വറുത്തെടുക്കണം. പയറായെങ്കും കുടുകായെങ്കും ഇതേപോലെ വറുത്തെടുക്കണം. അപ്പോൾ ഇതായിട്ട് ഇനിയിപ്പോൾ അതേപോലെ എട്ടി അങ്ങനെ നല്ല ഒന്ന് വറുത്തിട്ട് എടുക്കണം, റോസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ എട്ടി ഇതാ നല്ല കാഞ്ഞിട്ട് വന്നത് ഇത്രയുമേ കണ്ടല്ലേ, നല്ല കായനിട്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് ചട്നി അരച്ചിട്ട് എടുക്കുക. അപ്പോൾ ചട്നിക്ക് ഞങ്ങൾ തേങ്ങയെല്ല പിന്നെ എത്ര എടുക്കണം. ഞാനിപ്പോൾ ഇതാ ഒരു കപ്പ് എടുത്തേ തേങ്ങ എടുത്തേ. ಅದಕ್ಕೆ ಜಂಡರಿ ಬೆಳ್ಳುಳ್ಳಿ ചെറിയ അരിയുണ്ടെങ്കിൽ ഒരു 3-4 അരി വെല്ലുള്ളി എടുക്കുക. പിന്നെ നീരുള്ളി ഇതുപോലെ ചെറിയ തുണ്ടുണ്ടെങ്കിൽ അത് എടുക്കറോ ഒരു 7-10 നീരുള്ളി എടുക്കുക. അതെല്ലാം എനിക്കന്നെ സാധാ നീരുള്ളി ഒരു ഹാഫ് ഇട്ടെങ്കിൽ എത്ത്. അതിൽ പിന്നെ തിൽബേച്ചൊಪ್ಪു ചുവന്ന മുളക് ഇത് നല്ല കാരമുള്ള ടൈപ്പ് മുളക്. അപ്പോൾ ഞാൻ ഇത്ര എടുത്തേ, നിങ്ങൾ നോക്കിയിട്ട് വേണം എത്ര എടുക്കറോ. പിന്നെ പുളി ഉപ്പു പിന്നെ അതേപോലെ തെല്ല് കളർക്ക് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. ചുമ ഇടില്ല തെല്ല് ഇത് പുളി ഉപ്പു ಖಾರ ഇതെല്ലാം കൊരടി ആക്കുತ್ತೀರಾ. പുളി എല്ലാം ಬೇನು ಚಟ್ನಿಗೆ ಅಪ್ಪಮೇ നല്ല അവിടെ തെല്ല് മുളക് പൊടി ഇട്ട് കൊടുത്തത്. അപ്പോൾ ഈ ഒരു ചുവന്ന മുളക് ഇല്ല എനിക്ക് ജീരക മുളക് ഇട്ടിട്ട് അരക്കിടുങ്ങ അതും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഫസ്റ്റ് ഇങ്ങനെ പാതി അരിഞ്ഞിട്ട് പണ്ടല്ലേ, പാതി അരിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഞങ്ങൾ പറുത്ത് വെച്ച് പയർ പിന്നെ അതുപോലെ എട്ടി അതെല്ലാം ഇട്ടിട്ട് ഉപ്പസ് ഒന്ന് അരച്ചെടുത്ത്. അപ്പോൾ ഈ ഉപ്പസ് അരച്ചെടുക്കുമ്പോൾ ഇത് ഡ്രൈ ആവിടും. ഞങ്ങൾ ഈ കുടുകു പിന്നെ ഇങ്ങനത്തെ പയറെല്ലാം ഇട്ടിട്ട് അരക്കുമ്പോൾ ഉണക്കാവിടും. അപ്പോൾ ಬೇನು ಟೈಮ್ ತೆಲ್ ತಣ್ಣಿ ಬೀತಿಯಲ್ಲ ಬೇನಾವ್ಡು ತೆಲ್ ತಣ್ಣಿ ನೋಕಿಟ್ಟು ಚೊಮ್ಮೆ ಇತ್ತಂಡ ലൂസ് ആക്കണ്ട. ഇതുപോലെ അരച്ചെടുത്തെങ്കിത്ത്. പിന്നെ ചുമ സണ്ണ അരക്കും തീരാ ചെറിയ തരിയോട് കൂടി അരച്ചെടുത്തെങ്കിത്ത്. അപ്പോൾ ചട്നി ഇവിടെ റെഡി ആയിട്ട്. അപ്പോൾ ഈ ഒരു ചട്നി അതേപോലെ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ ചോറുക്ക് വേറെ എന്ത് ബേനൂട്ടില്ല ഈ ഒരു ചട്നി ഉണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ആയിട്ടിക്കറ്. അതിൽ പിന്നെ അതോടിക്കട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ രസം ഒന്നാക്കിയിട്ട് എടുക്കണം. അപ്പോൾ മിക്സിയിൽ ചെറിയ ജാർക്ക് 2 ടീസ്പൂൺ നല്ല മുളക് 1 ടീസ്പൂൺ ജീരക ചെറിയ സ്പൂണിലൊന്ന് ഫുള്ളായിട്ട് ജീരക ഇട്ട് കൊടുത്തേ. പിന്നെ 3 ചുവന്ന മുളക് ഇട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തേ. ഇനിയിപ്പോൾ ഞങ്ങൾ ಅದಕ್ಕೆ ತೆಲು ಬೆಳ್ಳುಳ್ಳಿ ಇಟ್ಟಿട്ട് ಒಪ್ಪಸ್ ಒಂದು പൊടിച്ചെടുക്കുന്നത്. ಬೆಳ್ಳುಳ್ಳಿ ಇಟ್ಟರೆ ಬೆಳ್ಳುಳ್ಳಿ ಇಟ್ಟರೆ നോക്കിയുള്ളൂ. ಬೆಳ್ಳುಳ್ಳಿ ಯಾರು ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആവും രസമുക്ക്. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുത്തേ. അപ്പോൾ അതോടിക്കട്ട് ഇനി ഇത് ഞങ്ങൾ രസத்துக்கு മെയിനായിട്ട് ഞങ്ങൾ പുളി ഒരു ലിമ്പെടുത്തേ വലിയ പുളി എടുത്തിട്ട് തെൽ തണ്ണിൽ നനച്ചിട്ടിട്ട് അത് ചന്ത കലക്കിയിട്ട് പുളിയിട്ട് തന്നെ ഒന്ന് റെഡിയാക്കി വെക്കറോ. അതിൽ പിന്നെ ഒരു പാത്രം വെച്ചിട്ട് തെല്ല ഓയിൽ ബീത്തിട്ട് ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ കടുക് ಬೇಚೊಪ್ಪು ചുവന്ന മുളക് ഇതെല്ലാം ഇട്ടിട്ട് അത് പൊട്ടിയിൽ പിന്നെ ഞങ്ങൾ ഇപ്പോൾ പൊടിച്ച പൊടി ഉണ്ടല്ലേ പൊടി ഫസ്റ്റിಗೆ ഇടണോ. ഞങ്ങൾ ಬೆಳ್ಳುಳ್ಳಿ ഇട്ടിട്ട് പൊടിച്ചല്ലേ. ഞാനിപ്പോൾ അത് മറന്നിട്ട് ನಾನು ಟೊಮೆಟೊ ಇಟ್ಟರೆ ಫಸ್ಟಿಗೆ ಬೆಲ್ಲಿ ഒരു സൈസിൽ ഒരു ടൊമാറ്റോ എടുത്തേ. അപ്പോൾ ഈ പൊടി ഇട്ടിട്ട് ഫസ്റ്റിಗೆ ഒന്ന് അത് എണ്ണയിൽ ഒന്ന് നല്ല ഒന്ന് വറുത്തിട്ട് അതിൽ പിന്നെ ഞങ്ങൾ ഈ ടൊമാറ്റോ ടൊമാറ്റോ ഇട്ടിട്ട് ചുമ നേരം ഫ്രൈ ആക്കുತ್ತೀರಾ. ജസ്റ്റ് ഒന്ന് ബാടിയിട്ട് വരുമ്പോൾ ഞങ്ങൾ ಇದಕ್ಕೆ പുളിയിട്ട് തണ്ണി ಬಿತ್ತಿ ഇങ്ങനെ ಬೆಂದಿട്ട് കലങ്ങുತ್ತೀರಾ ಟೊಮೆಟೊ. അപ്പോൾ പുളിയിട്ട് തണ്ണി ಬಿತ್ತಿ കൊടുത്തേ. ಫಸ್ಟ್ ಬೇನೆ ಹತ್ರ ತಣ್ಣಿ നിങ്ങൾ നോക്കൂ ಬಿತ್ತು ചുമ ഇത് ಮಂದಾವುತ್ತೀರಾ രസമല്ല തെലുഗು പുളി ಬೇನು. അപ്പോൾ ಬೇನೆ ಹತ್ರ ತಣ್ಣಿ ಬಿತ್ತಿ കൊടുക്കൂ. പിന്നെ ടേസ്റ്റ് ಬೇನೆ ಹತ್ರ ಉಪ್ಪು ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು ಅದೆಲ್ಲ ಇಟ್ಟು കൊടുക്കണം. ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು ಇಟ್ಟು കൊടുത്തേ. തെല്ല് മുളക് പൊടി കളർക്ക് വേണ്ടിയിട്ട് മാത്രം തെല്ല് കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് ഇതൊന്ന് നല്ല പായച്ചിട്ട് വന്നേത്. ചുമ നേരം പായ്ക്കൊണ്ടിട്ടില്ല രസം നല്ല ഒന്ന് പായ്ക്കൊണ്ട് ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് പായച്ചിട്ട് നല്ല പണ്ടല്ലേ അത്ര മേയോ ഒന്ന് പായച്ചെങ്കിൽ മേയോ. അപ്പോൾ നിങ്ങൾ ഓഫാക്കുക. ഇതും അങ്ങനെ രസം തെല്ല് കാര വേണോ. നിങ്ങൾ ഈ മുളക് ചുവന്ന മുളക് എല്ലാം തെല്ല് കാറുള്ള ടൈപ്പ് മുളക് ഇട്ടിരുന്നല്ലേ തെല്ല് കാര ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റോടെ രസം. അപ്പോൾ ഇത് നല്ല പായച്ചിട്ട് വന്നിട്ട് ആയിത്തോടെ ഇപ്പം ഞാൻ ഓഫ് ആക്കരുത്. അപ്പോൾ നിങ്ങൾ കറി എല്ലാം റെഡി ആയിട്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ ഉച്ചത്തെ ഊണിതാ റെഡി ആയിട്ട്. അപ്പോൾ നിങ്ങൾ ആക്കിയത് നോക്കിയാറല്ലേ ഇതിൽ കാട്ടിയ കറിയെല്ലാം ഞങ്ങൾ ഈസി ആയിട്ട് ആക്കി എടുക്കുമ്പോഴത്തെ കറി ആയിട്ടിക്കറ് ഈസി ആയിട്ട് ആക്കിയെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടിക്കറ്. ഇതിൽ കാട്ടിയ ഓരോ കറിയും മാങ്ങയുടെ കറിയായെങ്കിലും അതേപോലെ ചക്കരച്ചുകറി രസം ചട്നി ഇതെല്ലാം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടിക്കറ്. ഞങ്ങൾ ഉച്ച ടൈമിൽ ഇതൊരു 1/2 ಗಂಟೆ 3/4 ಗಂಟೆ ಒಳಗೆ ഞങ്ങൾ ആക്കിയിട്ട് എടുക്കുക. അത്ര ഈസി ആയിട്ടിക്കറ്. പിന്നെ ഞങ്ങൾ ഉച്ച ടൈമിൽ നല്ല ചൂടുള്ള ചോറ് ഇട്ട് ഇങ്ങനത്തെ കറിയെല്ലാം ഉണ്ടെങ്കിൽ ഞങ്ങൾ വേറെ ഏത് ചോറ് കറിക്കും ഈ ഒരു ചോറ് കറിയുടെ ടേസ്റ്റ് വല്ല
അത്ര ടേസ്റ്റ് ആയിട്ടിരിക്കുന്നത് നല്ല നാടൻ ഊണ്. ഇതിലൊട്ടിക്ക് സൈഡായിട്ട് നിങ്ങൾ മുളക് കാച്ചത് പിന്നെ മോരു പിന്നെ അതുപോലെ പപ്പടം ഇതെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ ചൊല്ലണ്ട അടിപൊളിയായിട്ടിരിക്കുന്നത്. നിങ്ങൾ ആക്കിയിട്ട് നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇതേപോലത്തെ വീഡിയോസ് എല്ലാം ഞാൻ മുന്നോളം എല്ലാം വീഡിയോ അപ്ലോഡ് ആക്കിയതാണ്, വീഡിയോ ഇട്ടാണ്. മീൻ്റെ കറി ചോറ് അതേപോലെ തരക്കറി ചോറ് ഇത് ഇങ്ങനത്തെ ഊണെല്ലാം ഞാൻ വീഡിയോ ഇട്ടാണ്. അത് ಬೇನುಟಾಯಿ ನೋಕರು ಇಲ್ಲಿ ನಾನು ಲಿಂಕ್ ಕೊಡ್ಕರೆ ಡಿಸ್ಕ್ರಿಪ್ಷನಲ್ಲಿ ಕೊಡ್ಕರೆ ಬೇನಿಗೆ ನೋಕರು. അപ്പോൾ നിങ്ങൾ നോക്കിയാറല്ലേ നിങ്ങൾ ആക്കി നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും പേരിക്കില്ല, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂ, കമൻറ്റ് ആക്കൂ. അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിಗೆ എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ. ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിന് മുട്ടമുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ആക്കൂ. ഇൻഷാ അല്ലാ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.